കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ വളരെ കുറച്ച് സമയങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ ഈ വളരെ കുറച്ച് സെഷനുകളിൽ മാത്രമാണ് ഈ ലോക്സഭയിലോ രാജ്യസഭയിലോ മറുപടി പറയാൻ സാധാരണഗതിയിൽ എത്തുന്നത്. അല്ല, അത്രയ്ക്ക് തീവ്രമായ വിഷയങ്ങൾ മാത്രമാണ് അമിത്ഷാ മറുപടി പറയാനായി സാധാരണ ലോക്സഭയിൽ എത്തുക. പക്ഷേ കഴിഞ്ഞ ദിവസം അമിത്ഷാ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും ഒക്കെ വയറു നിറച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ അല്പം അധികമായി പോകും. കാരണം അവസാനം അമിത്ഷായുടെ വാക്കുകളൊന്നും കേൾക്കാതെ അവർ കണ്ടം വഴി ഓടുന്ന ദൃശ്യങ്ങളൊക്കെ ഭയങ്കര വൈറലായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും പ്രശംസിച്ച അമിത്ഷായുടെ ഒരു പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ നോക്കുന്നത്. എല്ലാം കോൺഗ്രസിന് കുറിക്കുകൊള്ളുന്നതായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഈ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന പ്രധാന ആരോപണം വോട്ട് ചോറിയാണ്. അതിന് അദ്ദേഹം പറയുന്ന SIR ഒക്കെ അതിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് പറയുന്നത്. ഇതിന് മറുപടിയുമായിട്ടാണ് ശ്രീ അമിത്ഷാ പ്രസംഗിക്കാനായി എഴുന്നേറ്റ്. അദ്ദേഹം പ്രസംഗിച്ചു തുടങ്ങിയത് തന്നെ SIR നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം വോട്ട് ചോരിയിലേക്ക് അദ്ദേഹം എത്തി. ഇവിടെയാണ് വളരെ നിർണായകമായി, ഇല്ലെങ്കിൽ രാജ്യം ശ്രദ്ധിക്കാതെ പോയ പഴയകാല ചില സംഭവങ്ങൾ കൂടി ഇപ്പോൾ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കുന്നതിന് ഇടവരുത്തിയിരിക്കുന്നത്. ഏതായാലും ഗംഭീരമായിരുന്നു പ്രസംഗം എന്ന് തന്നെ പറയേണ്ടി വരും. അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, താങ്കൾ പറഞ്ഞുവല്ലോ വോട്ട് ചോറിയെ കുറിച്ച്, ആരാണ് ഈ രാജ്യത്ത് വോട്ട് ചോറി നടത്തിയതെന്ന് ഞാൻ അക്കമിട്ട് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് എണ്ണി ഓരോ കാര്യങ്ങൾ അദ്ദേഹം പറയുകയാണ്. ഒന്നാമത് അദ്ദേഹം പറഞ്ഞ കാര്യം, സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം പ്രധാനമന്ത്രി ആരാകണമെന്നുള്ള വിഷയത്തിൽ ഒരു വോട്ടെടുപ്പ് നടന്നു. അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പ്രവിശ്യകളിലുള്ള കോൺഗ്രസ് പ്രസിഡന്റുമാരാണ് വോട്ടെടുപ്പിൽ പങ്കെടുത്തത്. അന്ന് 28 വോട്ട് കിട്ടിയ സർദാർ വല്ലഭായ് പട്ടേലിനെ മൂലക്കിരുത്തിക്കൊണ്ട് കേവലം 2 വോട്ട് കിട്ടിയ ജവഹർലാൽ നെഹ്റു എങ്ങനെയാണ് പ്രധാനമന്ത്രിയായത്? അതാണ് ഇന്ത്യ ചരിത്രത്തിൽ ആദ്യം നിങ്ങൾ നടത്തിയ, ഇല്ലെങ്കിൽ ആദ്യം നടന്ന വോട്ട് ചോരി, ഇല്ലെങ്കിൽ വോട്ട് മോഷണം. രണ്ടാമത്തെ കാര്യം, ബറേലിയിൽ, അതായത് ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെ ഒക്കെ തട്ടകമായിരുന്നു ബറേലി, UP-യില്. ഈ ബറേലിയില് അനധികൃതമായി ഇല്ലെങ്കിൽ അധാർമികമായി ജയിച്ചു വന്ന ഇന്ദിരാഗാന്ധിക്കെതിരെ അലഹബാദ് ഹൈക്കോടതി ഒരു കേസ് വരുന്നു. ആ കോടതി വിധിക്കുന്നു ഇന്ദിരാഗാന്ധി ജയിച്ചത് നിയമപരമായിട്ടല്ല, വോട്ട് ചോരി നടത്തിയാണ് ജയിച്ചത് എന്ന് പറയുന്നു. തുടർന്ന് ഇന്ദിരാഗാന്ധി ഒരു നിയമം പാർലമെന്റിൽ കൊണ്ടുവന്ന് പാസ്സാക്കി. അതായത് പ്രധാനമന്ത്രിയെ കേസിൽ കൊടുക്കാൻ കഴിയില്ല എന്നും പ്രധാനമന്ത്രിക്കെതിരെ കേസ് ഫയൽ ചെയ്യാൻ കഴിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരു നിയമം പാർലമെന്റിൽ പാസ്സാക്കി. അതോടുകൂടി അത് ആവിയായിപ്പോയി. അങ്ങനെ രണ്ടാമത്തെ വോട്ട് ചോർച്ച നിങ്ങളുടെ അമ്മുമ്മ നടത്തി എന്നാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, കോൺഗ്രസ് പ്രസിഡന്റായ സോണിയാഗാന്ധി യോഗ്യതയില്ലാതെ വോട്ടർ പട്ടികയിൽ കടന്നുകൂടുകയും വോട്ട് ചെയ്യുകയും ചെയ്തു. അതായത് സോണിയാഗാന്ധി ഇന്ത്യൻ പൗരത്വം ഇല്ലാതിരിക്കുന്ന സമയത്ത്, ഇന്ത്യൻ പൗര ആകാതിരുന്ന സമയത്ത് വോട്ടർ പട്ടികയിൽ എങ്ങനെ കയറി, അവർ എങ്ങനെയാണ് വോട്ട് ചെയ്തത് എന്നുകൂടി ചോദിച്ചപ്പോഴേക്കും കോൺഗ്രസുകാരും രാഹുൽ ഗാന്ധി പാർലമെന്റിൽ നിന്നിറങ്ങി സ്ഥലം കാലിയാക്കിയിരുന്നു. ഏതായാലും അമിത്ഷാ പറഞ്ഞത്, NDA സർക്കാർ നിയമവിരുദ്ധമായ കുടിയേറ്റക്കാരെ കണ്ടെത്തുകയും പുറത്താക്കുകയും ചെയ്യും. കണ്ടെത്തുക, ഇല്ലാതാക്കുക, നാട് കടത്തുക എന്നുള്ളത് ഈ സർക്കാരിന്റെ പോളിസിയാണ്. അദ്ദേഹം എടുത്തു ചോദിക്കുന്ന കാര്യം, അസാമിലും പശ്ചിമ ബംഗാളിലുമൊക്കെ എങ്ങനെയാണ് ഈ മുസ്ലിം ജനസംഖ്യ ഇത്ര അസാധാരണമാം വിധം ഉയർന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. 2011 സെൻസസ് പ്രകാരം അതിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതൊരു നിയമപ്രക്രിയയാണ് SIR. അത് നടപ്പാക്കുമ്പോൾ കടന്നുകൂടിയവർ, കുടിയേറ്റക്കാരെല്ലാം തന്നെ പുറത്തു പോകും. അത് ക്ലിയർ ആക്കുക എന്നുള്ളത്, വോട്ട് ചോരിയല്ല, വോട്ടർ പട്ടിക വൃത്തിയാക്കൽ പ്രക്രിയയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇനി ഇത്രയും കോലാഹലമുണ്ടാക്കിയ നിങ്ങൾ എവിടെയെങ്കിലും ഒരു കേസിന് പോയിരുന്നോ, അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന് ഒരു കേസ് ഫയൽ ചെയ്തിരുന്നോ? അതിന് പ്രധാന കാരണം ഈ പുറത്താക്കിയവരുടെ പക്കൽ യാതൊരു രേഖകളും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ രേഖകൾ ഹാജരാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നിങ്ങൾ കേസിന് പോകാഞ്ഞത്. ഇന്ത്യയിൽ ഒരിടത്ത് നിങ്ങൾ കേസ് ചാർജ് ചെയ്തതായി അറിയുകയും ഇല്ല. ഇനി രാഹുൽ ഗാന്ധി പൊട്ടിച്ച ആണവ ബോംബ്, ഹരിയാനയിൽ പൊട്ടിച്ച ആണവ ബോംബിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. 265 നമ്പർ വീട്ടിൽ 501 വോട്ടുകൾ വോട്ടർ പട്ടികയിൽ കടന്നുകൂടി, അങ്ങനെ വോട്ട് ചേർത്തു എന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് അമിത്ഷാ പറയുന്നത് 265 എന്ന് പറഞ്ഞാൽ ഒരു വീടല്ല, പകരം ഒരു ഏരിയയിലുള്ള വീടുകളുടെ കോമൺ നമ്പറാണ്. ഇതെങ്ങനെ കോമൺ നമ്പർ ആയി എന്ന് ചോദിച്ചാൽ, കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തും ഇത് കോമൺ നമ്പറാണ്. ഒരു ഏരിയയിൽ താമസിക്കുന്നവർക്കൊക്കെ 265 എന്നൊരു വീട്ടു നമ്പറാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ വീട്ടു നമ്പർ ചോദിക്കുന്നില്ല, രേഖപ്പെടുത്തുന്ന സ്ഥാനത്തൊക്കെ 265 എന്ന നമ്പറാണ് രേഖപ്പെടുത്തിയത്. ഇത് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തും ഉണ്ടായിരുന്നു, കോൺഗ്രസ് ജയിക്കുന്ന കാലത്തും ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇന്നേ വരെ ഇങ്ങനെയാണ് ഇത് പോയിക്കൊണ്ടിരുന്നത്. ഇതുവരെ അത് മാറ്റാനുള്ള ശ്രമങ്ങളൊന്നും ഉണ്ടായില്ല. ഏറ്റവും അവസാനം പറഞ്ഞ ആ ഡയലോഗിനാണ് നരേന്ദ്രമോദി പോലും കൈയടിച്ചു പോയത്. അദ്ദേഹം പറയുന്നു, രാഹുൽ ഗാന്ധി പറയുന്നു RSSകാരെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലൊക്കെ നിയമിക്കുന്നു എന്ന്. എന്നാൽ താനൊരു കാര്യം പറയട്ടെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി RSSകാരനാണ്, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി RSSകാരനാണ്. RSSകാർക്ക് പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കാൻ കഴിയില്ല എന്ന് ഇന്ത്യയിൽ ഒരിടത്തും നിയമമില്ല. ഇനി ഞങ്ങളൊക്കെ ഈ പ്രധാന പദവിയിൽ എത്തിയത് പിടിച്ചു വാങ്ങിയതോ അതോ നിങ്ങളുടെ ഔദാര്യം കൊണ്ടോ കിട്ടിയതല്ല, പകരം ജനങ്ങൾ ഞങ്ങളെ ഈ സ്ഥാനത്തേക്ക് എത്തിച്ചതാണ് എന്നുകൂടി പറയുമ്പോൾ ആ പ്രസംഗം
പൂർണ്ണമായി. പക്ഷേ ഇതൊന്നും കേൾക്കാൻ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും സഭയിൽ ഉണ്ടായിരുന്നില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.